ഇന്ന് നമ്മൾ എവിടെ പോവാ? ജോർജിയ പോവാണോ? ജോർജിയ പോവാണോ നമ്മള്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ജോർജിയയിൽ ഒരു 4 ഡേയ്സിൻ്റെ ട്രിപ്പ് പോകുന്ന കേട്ടോ. അപ്പോൾ 4 ഡേയ്സിൻ്റെ ട്രിപ്പ് മുഴുവനായിട്ട് എനിക്ക് ഒറ്റ വീഡിയോയിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് പാട്ടായിട്ട് പല വീഡിയോസായിട്ട് ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഇടുന്നതായിരിക്കും. നമ്മുടെ ഫ്ലൈറ്റ് സാറ്റർഡേ മോർണിംഗ് 6 o'clock കേട്ടോ. അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ദുബായിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അബുദാബിയിലേക്ക് ഒരു 1 hour മുകളിൽ ഡ്രൈവ് ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ വരുന്ന ഫ്രണ്ട്സ് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അനഖ, നിതിൻ, വിച്ചു, ഷർമി. അപ്പം അനഖയും നിതിനും ഓൾറെഡി അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് എയർപോർട്ടിലേക്ക് പെട്ടെന്ന് എത്താം. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 1:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ വിച്ചുവിൻ്റെയും ഷർമയുടെയും ഫ്ലാറ്റിലേക്കാണ് ഇപ്പം നേരെ പോകുന്നത്. എന്നിട്ട് നമ്മുടെ കാർ അവിടെ ഇട്ടിട്ട് അവരുടെ കാറിൽ നേരെ അവരെയും കൂട്ടിയിട്ട് അബുദാബിയിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ അവരുടെ ഫ്ലാറ്റിലെത്തി. നമ്മുടെ കാറിൽ നിന്നുള്ള ലഗേജൊക്കെ അവരുടെ കാറിലേക്ക് മാറ്റി. എവിടെ പോയേശു? എങ്ങനെ പോവാ? പറ, എവിടെ പോവാൻ പറ. അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ ഒരു 3:30 ആയപ്പോൾ എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ അനഘയും നിതിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരോട് വന്നിട്ട് ഒരുമിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ണൊക്കെ ചുമന്നിരിക്കുന്ന എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ. അങ്ങനെ അനഘയും ഇതിനും വന്നു. പിന്നെ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ ക്യൂ നിന്ന് നമ്മൾ ചെന്ന് ലാസ്റ്റ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. പിന്നെ അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് തിരിച്ച സാധനങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് ബാഗിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഫുഡും കൂടെ കഴിച്ചിട്ട് കയറാമെന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗേറ്റിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം നേരം വെളുത്തു. ഇനി നമ്മളെ ബസ്സിലാണ് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഗുഡ് മോർണിംഗ്.
അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. എല്ലാവർക്കും പല സ്ഥലത്തായിട്ടാണ് സീറ്റ് കിട്ടിയേക്കുന്നത്. ഇനി ഏകദേശം ഒരു 4 hours എടുക്കും നമ്മൾ കുത്തൈസി എയർപോർട്ടിലേക്ക് എത്താൻ. പിന്നെ ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് നന്നു ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കും കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ പറ്റി. പിന്നെ ഞാൻ ഇടയ്ക്ക് വിൻഡോ ഒന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു. പുറത്ത് മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കാൻ പോലും മേലായിരുന്നു. അങ്ങനെ ആ 4 മണിക്കൂർ നമ്മൾ കുറച്ച് നേരം ഉറങ്ങി മാറി മാറി വിൻഡോ സീറ്റിലിരുന്നും അങ്ങനെ ഒരുവിധം സമയം കളഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ലാൻഡ് ചെയ്തു. അങ്ങനെ ഒരു 11 മണി ആകാറായപ്പോഴത്തേക്കും പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി. UAE റെസിഡൻസിന് സാധാരണ ജോർജിയയിൽ വരാൻ എമിറേറ്റ്സ് ID മാത്രം മതി. കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ ജസ്റ്റ് എമിറേറ്റ്സ് ID മാത്രമേ ചോദിച്ചുള്ളായിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ നമ്മളടുത്ത് റിട്ടേൺ ടിക്കറ്റ്, ട്രാവൽ ഇൻഷുറൻസ്, ഹോട്ടൽ ബുക്കിംഗ്സ്, പിന്നെ ക്യാഷ് എത്ര കയ്യിലുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ലായിരുന്നു. അക്കൗണ്ടിലായതുകൊണ്ട് നമ്മുടെ ബാങ്ക് ബാലൻസ് ഫോണിൽ കാണിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ഈ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഹിഷാം ഒരു ഡോക്ടറാണ്. ഹിഷാം MBBS ഒക്കെ ചെയ്തത് ജോർജിയയിലാണ്. അതുകൊണ്ട് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും അവിടുത്തെ സ്ഥലങ്ങളും എല്ലാം ഹിഷാമിന് അറിയാം. പിന്നെ ഹിഷാമിന് ഇവിടെ ഒരു ടൂർ കമ്പനിയും കൂടി ഉണ്ട്, അതാണ് ആൽപൈൻ ഹോളിഡേയ്സ്. ഇപ്രാവശ്യം കയ്യിലൊരാളും കൂടി ആയി. ഹലോ, എന്ത് പേരെന്താ? സായ ഐശ്വര. വലിയ പേരാണല്ലോ. ഞാൻ ഫ്രണ്ടിലൊന്നുമില്ല. അപ്പോ ഹലോ ഗൈസ്, നമസ്കാരം. എന്റെ പേര് ഹിഷാം, പരിചയമില്ലാത്തവർക്ക്. പിന്നെ വെൽക്കം ടു ജോർജിയ. വെറുതെ അതായത് ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂറുണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് മാസമായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നല്ല ഡീപ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. കുറെ ആൾക്കാർ വന്ന് കയറ്റി ഒരുപാട് ഇന്ത്യക്കാർ വന്നിട്ട് ഇങ്ങനെ ചെക്കിട്ടില്ലേ ഇല്ലീഗലായി കുറെ. ഇത് ഹോസ്, പശു അല്ല. പശു പറ, നന്നു പറ, പശു. Beautiful place. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റേ ചെയ്തത് മാട്ട്വിലി എന്ന പ്ലേസിലാണ്. അവിടെ ഇൻ മാട്ട്വിലി എന്ന കോട്ടേജിലാണ് നമ്മളെല്ലാവരും സ്റ്റേ ചെയ്തത്. ഈ കാണുന്ന ഓരോ ശാലയിലാണ് ഓരോ ഫാമിലി നിന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ബേബീസിന് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ പതുക്കെ അവിടുന്ന് മാട്ട്വിലി കാന്യോൺ എന്നൊരു സ്ഥലം കാണാനായിട്ടാണ് ഇറങ്ങിയത്. ഈ ശാലയുടെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു ടൂർ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ അന്നത്തെ ദിവസം ഞാനത് മറന്നുപോയി. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ചെക്കൗട്ട് ചെയ്ത ടൈമിലാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം.
പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ചെക്കൗട്ടിൻ്റെ ടൈമിൽ എടുത്ത വീഡിയോ ആണ്. നമ്മൾ വന്ന ടൈമിൽ ഇതെല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം നല്ല അറേഞ്ച് ചെയ്തിട്ടായിരുന്നു കിടന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ കാണും. അങ്ങനെ അന്ന് നമ്മളിവിടെ വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മാട്ടിവേലി കാനിയോൺ എന്ന് പറയുന്ന ഒരു പ്ലേസ് കാണാനാണ് പോയത്. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പം ഓക്കെ, ബൈ.